വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറേ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ചാപ്റ്ററിലെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു സെറ്റ് ഓഫ് കോഡ്സ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ, അതായത് ടെലിമെഡിസിൻ, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. Telemedicine services are synchronous, real-time, interactive encounters between a physician or other qualified healthcare professional and a patient, utilizing either combined audio-video or audio-only telecommunication. അതായത് ടെലിമെഡിസിൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക്രോണസ് മീൻസ് ലൈവ് ആയിട്ടുള്ള റിയൽ ടൈം ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ബിറ്റ്വീൻ എ ഫിസിഷ്യൻ അല്ലെങ്കിൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആൻഡ് എ പേഷ്യൻറ്റ്. യൂട്ടിലൈസിങ് എന്താണ്? ഒന്നില്ലെങ്കിൽ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഓൺലി ടെലികമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. Telemedicine services are not used to report routine telecommunications related to a previous encounter. അതായത് provider only doing simple routine communication that does not require full evaluation and management. എന്താണ് ഇവിടെ ഒരു പ്രൊവൈഡർ പേഷ്യന്റിന്റെ മുമ്പത്തെ ഒരു എൻകൗണ്ടറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂട്ടീൻ ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതല്ലാതെ ഒരു ഫുൾ ഇവാലുവേഷൻ മാനേജ്മെന്റ് ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെലിമെഡിസിൻ സർവീസസിന്റെ ഭാഗത്ത് കോഡ് എടുക്കാൻ പാടില്ല. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് ലാബ് റിസൾട്ട്സ്, പിന്നെ അതുപോലെ റിമൈൻഡിങ് ഓഫ് എൻ അപ്പോയിൻമെന്റ്, പിന്നെ സെൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് എക്സ്റേ ഇസ് നോർമൽ ലൈക്ക് ദാറ്റ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയൊക്കെ ആണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെലിമെഡിസിൻ ഭാഗത്തുനിന്ന് കോഡ് എടുക്കാൻ പാടില്ല. Telemedicine services may be used for patient requiring reassessment for response or complications related to the treatment plan of a previous visit. ഒരു പേഷ്യൻറ്റിനെ പ്രീവിയസ് വിസിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു റീഅസസ്മെന്റ് വേണം, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എടുക്കേണ്ടതുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിമെഡിസിൻ സർവീസസിന്റെ ഭാഗത്തുനിന്ന് കോഡ് എടുക്കാവുന്നതാണ്. എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കോളിൽ തന്നെ മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്തു, അതുപോലെ തന്നെ MDM മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്തു, റിവ്യൂ ഓഫ് സിംറ്റംസ്, പിന്നെ അസസ്മെന്റ്, ചേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ്, ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെന്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, പിന്നെ മാനേജ്മെന്റ് ഓഫ് കണ്ടീഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെലിമെഡിസിൻ സർവീസസിന്റെ ഭാഗത്ത് നിന്ന് കോഡ് എടുക്കാം. ടെലിമെഡിസിൻ സർവീസസ് മസ്റ്റ് ബി പെർഫോംഡ് ഓൺ എ സെപ്പറേറ്റ് കലണ്ടർ ഡേറ്റ് ഫ്രം അനദർ ഇയാൻഡം സർവീസസ്. അതായത് സെയിം ഡേറ്റിൽ തന്നെ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇയാൻഡം നടത്തി, അതായത് ഇപ്പോൾ ഓഫീസ് വിസിറ്റ് ആയിക്കോട്ടെ, കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, മറ്റു പല ഇയാൻഡം ആയിക്കോട്ടെ, അതും നടത്തി അതിന്റെ കൂടെ ആ ദിവസം തന്നെ ഒരു ടെലികമ്മ്യൂണിക്കേഷനും നടത്തി ആ ഒരു ഫിസിഷ്യനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇയാൻഡം, അതായത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇയാൻഡമിന്റെ കോഡ് മാത്രം കൊടുത്താൽ മതി. അതല്ലാതെ ടെലിമെഡിസിന്റെ ഭാഗത്തുനിന്ന് കോഡ് റിപ്പോർട്ട് ചെയ്യരുത്. Do not count the time for establishing the connection or arranging the appointment even when performed by the physician or other qualified healthcare professional. അതായത് ഒരു ഓഡിയോ കോൾ ആയിക്കോട്ടെ, ഓഡിയോ വീഡിയോ ആയിക്കോട്ടെ, ആ ഒരു കോൾ കണക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ ടെലിമെഡിസിന്റെ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. സർവീസസ് ലെസ് ദാൻ 5 minutes ആർ നോട്ട് റിപ്പോർട്ടഡ് ഇൻ ഓഡിയോ വീഡിയോ കണക്ഷൻസ്. 5 minutes കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിയോ വീഡിയോ ടെലിമെഡിസിൻ ഭാഗത്തുനിന്ന് കോഡ് എടുക്കരുത്. During the encounter, audio-video connections are lost and only audio restored, report the service that accounted for the majority of the time of the interactive portion of the services. അതായത് ഒരു ഓഡിയോ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ കണക്ഷൻ പോയി, പിന്നീട് ഓഡിയോ മാത്രമായി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ എന്തിനാണ് എടുത്തിട്ടുള്ളത് അത് കോഡ് ചെയ്യാം. 10 minutes of medical discussion or patient observation must be exceeded in order to report the audio only services. അതായത് ഓഡിയോ ഓൺലി സർവീസസ് റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 minutes എങ്കിലും അവിടെ ഫിസിഷ്യൻ പേഷ്യന്റിനായിട്ട് ഡിസ്കഷൻ നടത്തിയിരിക്കണം, അതുപോലെ തന്നെ ഒബ്സർവേഷൻ നടത്തിയിരിക്കണം. These services based on the total time on the encounter or MDM. ടെലിമെഡിസിൻ സർവീസസ് കോഡ്സ് ടോട്ടൽ ടൈം, അതുപോലെ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ന്യൂ പേഷ്യൻ്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കോഡ്സ് വരിക. സിങ്ക്രോണസ് ഓഡിയോ വീഡിയോ കോഡ്സ് ആയാലും സിങ്ക്രോണസ് ഓഡിയോ ഓൺലി കോഡ്സ് ആയാലും പെർ സിംഗിൾ കലണ്ടർ ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഉള്ളത്.
98016 brief communication technology based service. Example, virtual check-in by a physician or other qualified healthcare professional who can report evaluation and management services provided to an established patient, not originating from a related evaluation and management services provided within the previous 7 days, nor leading to an evaluation and management service or a procedure within the next 24 hours or soonest available appointments, 5 to 10 minutes of medical discussion. Do not report 98016 in conjunction with 98000 to 98015. Do not report services for less than 5 minutes of medical discussion. ഈ ഒരു കോഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിന് മാത്രമാണ് യൂസ് ചെയ്യുക. ഇവിടെ പേഷ്യൻ്റ് വേണം ആ ഒരു കോള് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇവിടെ ഓഡിയോ കോൾ ആവണം അല്ലെങ്കിൽ വീഡിയോ കോൾ ആവണം എന്നുള്ള നിർബന്ധമില്ല. ഇവിടെ ടൈമാണ് ഇമ്പോർട്ടൻ്റ്. 98016 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 10 മിനിറ്റ്സിൻ്റെ കോഡാണ്. അതിൽ തന്നെ 5 മിനിറ്റ്സിനും കുറവാണ് എന്നുണ്ടെങ്കിൽ 98016 യൂസ് ചെയ്യാൻ പാടില്ല. ഇനി സെയിം ഡേയിൽ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ചെയ്തു, അതിൻ്റെ കൂടെ ബ്രീഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ചെയ്തു എന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ടൈം കൂട്ടിയിട്ട് അതിൽ തന്നെ ഫേസ് ടു ഫേസ് വിസിറ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് സർവീസിന്റെ കോഡ് കൊടുക്കണം. അത് മാത്രമല്ല ഈ ഒരു കോഡിലുള്ള മെയിൻ കാര്യം നോട്ട് റിലേറ്റഡ് ടു ഇ-ആൻഡ്-എം ഇൻ പ്രയർ 7 days, അതായത് മുമ്പുള്ള 7 daysന്റെ ഇടയിലുള്ള ചെയ്തിട്ടുള്ള ഇ-ആൻഡ്-എമ്മിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവരുത് ഈ ഒരു കോളിൽ സംസാരിക്കേണ്ടത്. അത് മാത്രമല്ല ഓർ ലീഡിങ് ടു ഇ-ആൻഡ്-എം ഇൻ നെക്സ്റ്റ് 24 hours. ഈ ഒരു കോള് അടുത്ത 24 ഹവേഴ്സിന്റെ ഉള്ളിൽ നമുക്കൊരു ഫേസ് ടു ഫേസ് വിസിറ്റ് നടത്തണം എന്നുള്ളൊരു ഡിസിഷനിലാണ് കോൾ കട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 98016 യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ സിങ്ക്രണസ് ഓഡിയോ ഓൺലി, ഓഡിയോ വീഡിയോ കോഡ്സിന്റെ ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ്, അതുപോലെ തന്നെ MDM, ടൈം, ഇതിന്റെ എല്ലാം ബേസിസിലുള്ള ടേബിൾസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ബുക്സ് കയ്യിലില്ലാത്തവർക്ക് ഇതൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. Thank you for watching. Don't forget to like, share and subscribe for more amazing content.